ഹലോ, അന്ന് ചെയ്ത വീഡിയോയിൽ നമ്മൾ സ്ട്രേഞ്ചർ തിങ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറയാതെ പോയൊരു കഥയാണെന്ന് പറയാൻ പോകുന്നത്. ഒരു അൽബീലക് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ കാര്യം. മോണ്ടോക് പ്രോജക്റ്റിലെ ഏറ്റവും വിചിത്രവും വിവാദപരമായ അവകാശവാദങ്ങൾ ഉന്നയിച്ച വ്യക്തിയാണ് അൽബീലക്. ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ബീലക്കിൻ്റെ കത്ത് തുടങ്ങുന്നത് 1943 അന്ന് അമേരിക്കൻ നേവി USS എൽബ്രിഡ്ജ് എന്ന യുദ്ധക്കപ്പൽ റഡാറുകളിൽ നിന്ന് അദൃശ്യമാക്കാൻ ഒരു പരീക്ഷണം നടത്തി. ഈ പരീക്ഷണത്തിനിടെ കപ്പൽ അദൃശ്യമായി. പക്ഷേ അതോടുകൂടെ ടൈം ട്രാവൽ കൂടെ അവിടെ നടന്നു. അന്ന് കപ്പലുണ്ടായിരുന്ന എഡ്വേർഡ് കാമറൂൺ എന്ന് പറയുന്ന ഒരു നാവികനായിരുന്നു താനെന്നാണ് ബീലക്ക് പിന്നീട് അവകാശപ്പെട്ടത്. പരീക്ഷണത്തിനിടെ അദ്ദേഹം കപ്പലിൽ നിന്ന് കടലിലേക്ക് ചാടിയെന്നും എന്നാൽ അദ്ദേഹം ചെന്നുപെട്ടത് 1983 മോണ്ടോക് ലാബിൽ എന്നാണ് അയാൾ പറയുന്നത്. 1983 എത്തിയ ഇദ്ദേഹത്തെ സർക്കാർ പിടികൂടി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ മായ്ച്ചു കളഞ്ഞ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ 1927 ജനിച്ച അൽ ബീലക് എന്ന മറ്റൊരു കുട്ടിയുടെ ശരീരത്തിലേക്ക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കടത്തിവിട്ടു അത്രേ. അങ്ങനെയാണ് അദ്ദേഹം അൽ ബീലക്കായി ജീവിക്കാൻ തുടങ്ങിയത്. 1988 തൻ്റെ പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടിയതെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. മോണ്ടോക് പ്രോജക്റ്റിൻ്റെ ഭാഗമായി താൻ ഭാവിയിലേക്ക് സഞ്ചരിച്ചുവെന്ന് ബീലക് ഉറപ്പിച്ചു പറഞ്ഞു. 2137 താൻ 2 വർഷത്തോളം ആ കാലഘട്ടത്തിൽ ജീവിച്ചുവെന്നും ഭൂമിയിൽ വലിയ പ്രകൃതിക്ഷോഭങ്ങൾ നടന്ന് ഭൂപടം മാറിയിരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. അതുകൂടെ തന്നെ 2749 ഈ കാലഘട്ടത്തിൽ ഭൂമി ഭരിക്കുന്നത് കമ്പ്യൂട്ടറുകളാണെന്നും മനുഷ്യർ ജോലിയൊന്നും ചെയ്യേണ്ടതില്ലാത്ത ഒരു ലോകമാണെന്നും അദ്ദേഹം വിവരിച്ചു. മോണ്ടോക് ലാബിലെ ആ നിഗൂഢമായ കസേര ഉപയോഗിച്ച് മനുഷ്യൻ്റെ ചിന്തകളെ ഭൗതികമായ വസ്തുക്കളാക്കി മാറ്റാൻ കഴിഞ്ഞിരുന്നെന്ന് ബീലക് പറഞ്ഞു. ഈ പരീക്ഷണങ്ങളുടെ ഭാഗമായിട്ട് അന്യജീവികളുമായി പോലും സർക്കാർ ബന്ധപ്പെട്ടിരുന്നുവെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇതിനെക്കുറിച്ച് നമ്മൾ സത്യാവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശാസ്ത്രലോകമോ ചരിത്രകാരന്മാരോ അൽ ബീലക്കിൻ്റെ കഥകൾ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും തെളിവുകളില്ലാത്തതാണ്. 2011 അദ്ദേഹം അന്തരിച്ചു.